ബീഫ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ എൻ്റെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ പിന്നെ റെഡ് മീറ്റ് കഴിക്കാറില്ല. പിന്നെ എനിക്ക് ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് എതിർപ്പില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അത് പറയാൻ എനിക്ക് മടിയില്ല. കഴിച്ചിട്ട് ഉള്ളിക്കറി എന്ന് പറയുന്ന സ്വഭാവം എനിക്കില്ല. ഓപ്പണായി പറയാം. സുരേന്ദ്രൻ കഴിച്ചത് ബീഫാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ചെയ്ത കാര്യം അഡ്മിറ്റ് ചെയ്യാൻ ഒരു മടിയില്ലാത്ത ആളാണ്. ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്താണ്? ഞാൻ ചെയ്ത കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്ന ആളാണ്. എനിക്ക് യാതൊരു പ്രയാസം വരത്തില്ല. ഒരാളുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ ഞാൻ കയറി ഇടപെടില്ല. ഞാൻ കഴിക്കേണ്ട ഭക്ഷണം, ഞാൻ ഡയറ്റ് പാലിക്കുന്ന ഒരാളാണ്. ഞാൻ ഷുഗർ കഴിക്കാറില്ല. കണ്ടല്ലോ, ഞാൻ വിത്തൗട്ട് ഷുഗറാണ് കോഫി കുടിക്കുന്നത്. കാരണം എനിക്ക് പെട്ടെന്ന് തടി കൂടുന്ന ഒരു നേച്ചറാണുള്ളത്. നല്ല തടി ഉണ്ടായിരുന്ന ആളാണ്. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും വർക്കൗട്ട് ചെയ്തിട്ടും കുറച്ച് കൊണ്ടുവന്ന ഒരാളാണ്. അപ്പം എനിക്ക് എൻ്റെ ഡയറ്റ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ പ്രോട്ടീനും അതൊക്കെ നോക്കിയിട്ട് കഴിക്കുന്ന ഒരാളാണ്. സന്ദീപിൻ്റെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി എന്താണ്? അതായത് പഴയ പോസ്റ്റുകളൊക്കെ ഈ ഒരു മാറ്റം, പഴയത് നോക്കി അത് ഡിലീറ്റ് ചെയ്യുക, അങ്ങനെ ഒരു പോസ്റ്റ് പോലും അല്ല. അതെൻ്റെ ഭൂതകാലമാണ്. ആ ഭൂതകാലത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളെ പൂർണ്ണമായും തള്ളി പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ പുതിയതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നും, ആ ഭൂതകാലം അവിടെ നിൽക്കട്ടെ. അത് എപ്പോഴെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ പരിപ്പോടയും കട്ടൻ ചായ എഴുതുന്ന സമയത്ത് അതൊക്കെ വേണമല്ലോ. നമുക്കൊരു റെഫറൽ അതിന് വേണ്ടിയിട്ട് അവിടെ വേണമല്ലോ. നമ്മളെവിടെയൊക്കെ പോയി, അതൊരു ഡിജിറ്റൽ ഡയറിയാണല്ലോ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാലം ഫേസ്ബുക്ക് ഉണ്ടാവുന്നല്ലേ, ഓർക്കൂട്ട് അടയ്ക്കുന്നത് പോലെ അടച്ച പോലെ ഒറ്റ ദിവസം അടച്ചു കഴിഞ്ഞാൽ ഓർക്കൂട്ടിൽ എൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്, എഴുത്തുകളുണ്ട്. അതൊക്കെ നഷ്ടപ്പെട്ടതിൽ വിഷമമുള്ള ആളാണ് ഞാൻ. എത്രയോ കാലം ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഓർക്കൂട്ട് പോയപ്പോൾ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇല്ല, ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല. ആ ഡിലീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ അന്ന് എഴുതിയ പല നല്ല പോസ്റ്റ്, ഇപ്പോൾ എൻ്റെ അനുഭവങ്ങളൊക്കെ ഇപ്പോൾ പല ആളുകളും കുത്തിപ്പോക്കി അത് ഷെയർ ചെയ്ത് വരുന്നത്. ഇപ്പം പ്രവാസ ജീവിതകാലത്ത് പിന്നെ ഉണ്ടായിട്ടുള്ള എൻ്റെ അനുഭവങ്ങളൊക്കെ പല ആളുകളും അതൊക്കെ വീണ്ടും ഷെയർ ചെയ്തിട്ട് വന്നിട്ടുണ്ടല്ലോ. സബർമതി ആശ്രമത്തിൽ പോയത്, ഞാൻ 2020 സബർമതി ആശ്രമത്തിൽ ഞാൻ എപ്പോൾ അഹമ്മദാബാദിൽ പോകുമ്പോഴും അവിടെ പോയി ഒരു മെഡിറ്റേഷൻ പോലെ ഇരിക്കുന്ന ആളാണ്. അത് ഏതെങ്കിലും തരത്തിലൊരു 2020 ഞാൻ കോൺഗ്രസ് ചെയ്യാൻ എനിക്കൊരു പ്ലാനും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ BJP-കാരനായിരിക്കുന്ന സമയത്തും സബർമതി ആശ്രമത്തിൽ പോകുന്ന ഒരാളാണ്. സുരേന്ദ്രൻ സബർമതി ആശ്രമം കണ്ടിട്ടുണ്ടോ ചോദിച്ചു നോക്കും. ഞാൻ അന്ന് പോകുന്ന ആളാണ്. എനിക്ക് പോകാനൊരു മടിയില്ല. രാജീവ് ഗാന്ധിയുടെ മരണത്തെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിപ്പോൾ നല്ല വൈറലായിട്ട് പണ്ട് എഴുതിയതാണ്. ശ്രീപെരുമ്പത്തൂരിൽ അവിടെ പോയിരുന്ന സമയത്ത് എനിക്ക് സങ്കടം വന്നതിനെക്കുറിച്ച്, ദുഃഖം വന്നതിനെക്കുറിച്ച് BJP-കാരനായിരിക്കുമ്പോൾ ഞാൻ എഴുതി വന്നിട്ടുണ്ട്. അന്നത്തെ ദിവസത്തെക്കുറിച്ച്, രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ദിവസത്തിൽ എൻ്റെ വീട്ടിലുണ്ടായ കാര്യങ്ങളും, ഞാൻ ഓടിപ്പോയി എൻ്റെ അമ്മയുടെ തറവാട്ടിൽ പോയി പറഞ്ഞതും, അവിടെ അമ്മമ്മ ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ എടുത്തു കൊണ്ടുവന്നിട്ട് മരണ വീട് പോലെ അത് മാറിയതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇത്രമാത്രം വലിയ സംഭവം എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അതുണ്ടാക്കിയ ഷോക്കും, ഞങ്ങളുടെ തറവാട്ടിലുണ്ടാക്കിയ ഷോക്കിനെ കുറിച്ചൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ പിന്നീട് ശ്രീപെരുമ്പത്തൂർ പോയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സങ്കടം വന്നതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അത് അവർക്ക് എഴുതാനറിയാത്തതിൻ്റെ പ്രശ്നം കൂടിയുണ്ട്. നമ്മളെ നന്നായി എന്ത് എഴുതി കണ്ടു കഴിഞ്ഞാലുള്ള പ്രശ്നം അവർക്ക്. ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നു. MP രമേശും ANR-ഉം കോൺഗ്രസിൽ ചേരാൻ സാധ്യതയുണ്ടോ? ചർച്ച നടന്നൊക്കെ എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ട്. സന്ദീപിന് BJP-യുടെ കേഡറിന് അപ്പുറത്തേക്ക് ഈ സംഘപരിവാർ അനുകൂല സംഘടനകൾ ഒരുപാട് ഫാൻ ബേസും പല ഇഷ്യൂസും ടേക്കപ്പ് ചെയ്തത് സന്ദീപാണ്. ഹലാൽ ഫുഡിന്റെ ഹലാൽ ഫുഡ് ഇഷ്യൂ വാസ് ടേക്കൺ ബൈ സുരേന്ദ്രൻ. ഞാൻ ഓപ്പോസിറ്റായിട്ടാണ് സംസാരിച്ചത്. ഹലാൽ വിഷയത്തിലാണ് എന്നെ സെൻഷർ ചെയ്തത്. ഹലാൽ വിഷയം നോക്കൂ, ഈ സമൂഹത്തിൽ എത്രമാത്രം പരമത വിദ്വേഷം കടത്തിവിട്ട വിഷയമായിരുന്നു. എന്താ സുരേന്ദ്രൻ പറഞ്ഞത്? മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയുള്ള ഹോട്ടലുകളിൽ കൊടുക്കുന്ന ഭക്ഷണത്തിൽ അവർ തുപ്പിയിട്ടാണ് ഭക്ഷണം കൊടുക്കുകയെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞു. ഞാനപ്പോൾ എടുത്ത നിലപാട് സോഷ്യൽ മീഡിയയിലിട്ട ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ ഞാനത് ആദ്യം അന്ന് നമ്മുടെ ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പേര് പറയുന്നത് ശരിയല്ലോ, ഒരു ചെയിൻ റെസ്റ്റോറൻറ്റ് ശൃംഖലയ്ക്കെതിരെ ഒരു വലിയ ആക്ഷേപം സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ടായിരുന്നു, ക്യാമ്പയിൻ നടക്കുന്നുണ്ടായിരുന്നു. അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞു. നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്, നമ്മളുടെ ഒരു സ്പീച്ച്, നിരുത്തരവാദപരമായിട്ടുള്ള സ്പീച്ച് കാരണം
ഒരാളുടെ സ്ഥാപനം പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഇവിടെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും പരസ്പരം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ കഴിയില്ല. അതൊരു പർട്ടിക്കുലർ ഒരു കോഴിക്കോട് ഒരു റെസ്റ്റോറൻറ്റിന്റെ കേസ്. യെസ്. അപ്പം ഞാൻ പറഞ്ഞത് അല്ല, അന്ന് ആ റെസ്റ്റോറൻറ്റിനെതിരെ ക്യാമ്പയിൻ നടക്കുന്നത്, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ. അതേ ദിവസമാണ് സുരേന്ദ്രൻ്റെ ഈ പ്രസ്താവനയും വന്നത്. അപ്പോൾ അത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. കാരണം ഞാൻ ജനിച്ചു വളർന്നത് മലപ്പുറം ജില്ലയിലാണ്, മലപ്പുറം പാലക്കാട് ബോർഡറാണ്. ഞാൻ ജനിച്ചെല്ലാം മലപ്പുറം ജില്ലയിലാണ്. എനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരുടെയൊക്കെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ അത്തരം റെസ്റ്റോറൻറ്റുകളിൽ പോകും. സുരേന്ദ്രനും അങ്ങനെയുള്ള പ്രദേശത്ത് നിന്ന് വന്ന ആളാണ്. ഈ പ്രസ്താവനയൊക്കെ നടത്തിയ ശേഷം സുരേന്ദ്രൻ മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവരുടെ കല്യാണങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. പ്രധാനപ്പെട്ട വൻകിട മുസ്ലിം മുതലാളിമാരുടെ വീട്ടിൽ ഗസ്റ്റായിട്ട് പോകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തുപ്പിയ ഭക്ഷണമാണോ കിട്ടുന്നതല്ലോ. അപ്പോൾ ഈ രീതിയിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയിട്ട് കൃത്യമായ ലക്ഷ്യത്തോടെ ഒരു BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന ഒരാൾ നടത്താൻ പാടില്ലാത്ത പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അത് മാത്രമല്ല, ഞാൻ അതിനെ വളരെ വ്യക്തിപരമായിട്ട് അതിനെ ഇത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാവരുത്, കേരളത്തെ പോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത്തരം ഭിന്നിപ്പുണ്ടാക്കുന്ന നിലപാടുകൾ ആരും സ്വീകരിക്കരുത്, വികാരമാവരുത്, വിവേകമായിരിക്കണം നമ്മളെ നയിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് സുരേന്ദ്രൻ എന്നെ ഫോൺ ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് പാർട്ടി നിലപാടാണ് എൻ്റേതെന്ന് വേറെ പോസ്റ്റ് ഇടിയിപ്പിച്ചു. എന്നെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചാണ്. എനിക്ക് വേറെ നിവൃത്തിയ കാലത്തിൽ എനിക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അപ്പോഴും അതൊരു വലിയ പ്രയാസമായിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം 1 വർഷത്തോളം എന്നെ മാധ്യമ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് വിലക്കി, TV ചർച്ചകളിൽ പോകുന്ന വിലക്കി എന്നെ കംപ്ലീറ്റ്ലി. അത് സാഹചര്യം ഉണ്ടായി. ലക്ഷദ്വീപ് വിഷയത്തിൽ സുരേന്ദ്രൻ്റെ പ്രസ്താവന അഗെയിൻ. ലക്ഷദ്വീപിൽ എന്താ പറയുക, ആയുധങ്ങൾ കണ്ടെത്തുന്നു, തീവ്രവാദികളുണ്ട്, മയക്കുമരുന്നിൻ്റെ കേന്ദ്രമാണ് എന്നൊക്കെ പറഞ്ഞ് ലക്ഷദ്വീപിലെ മുഴുവൻ ജനങ്ങളെയും ആക്ഷേപിക്കുന്ന നിലപാട് സുരേന്ദ്രൻ എടുത്തു. എൻ്റെ നിലപാട് വീണ്ടും നിങ്ങൾ പരിശോധിച്ചോളും. അന്നത്തെ മാതൃഭൂമി ചർച്ചയിൽ ഹാഷ്മി അതിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ലക്ഷദ്വീപിലെ ജനങ്ങളും ഇന്ത്യക്കാരാണ്. ലക്ഷദ്വീപും ആൻഡമാനും ഇന്ത്യയുടെ മുങ്ങാത്ത വിമാനവാഹിനികളാണ്. അവിടുത്തെ ജനങ്ങളെയും ഉൾക്കൊള്ളണം. അവരുടെയും അവരെ അപരവൽക്കരിക്കുന്നതിനോട് യോജിപ്പില്ല എന്ന എൻ്റെ നിലപാട്. ഈ 2 നിലപാടും വാസ്തവത്തിൽ പിന്നീട് BJPയുടെ കേന്ദ്ര നേതൃത്വം എൻ്റെ നിലപാടുകൾ അക്നോളജ് ചെയ്തു. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, ഹലാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ BJP സെൻട്രൽ ലീഡർഷിപ്പിൻ്റെ നിലപാട് പിന്നീട് വന്നു. ഞാൻ പറഞ്ഞതായിരുന്നു ശരിയെന്ന് പിന്നീട് ബോധ്യപ്പെട്ടു. അവർ ആ നിലപാടിലേക്ക് വരേണ്ടി വന്നു. ലക്ഷദ്വീപ് വിഷയത്തിൽ പിന്നീട് ഞാൻ പറഞ്ഞ നിലപാടിലേക്ക് വരേണ്ടി വന്നു. ലക്ഷദ്വീപിലെ ജനങ്ങളെ അപരവൽക്കരിക്കുന്ന നിലപാടിലേക്ക് വരേണ്ടി വന്നു. അപ്പോൾ സുരേന്ദ്രൻ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ എന്തെങ്കിലും വിളിച്ച് പറയും. നമ്മളത് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മളെ മേൽ ഫോഴ്സ്ഫുള്ളി അത് അടിച്ചേൽപ്പിക്കും. 3-ാമത്തെ വിഷയം മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിഷയം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നമുക്കറിയാം, ഇപ്പോൾ BJPയുടെ ഒരു വക്താവായിരിക്കുന്ന സമയത്ത് ഒരു നിലപാട് ആരെങ്കിലും വിളിച്ചു വയ്ക്കുന്ന സമയത്ത് BJPയുടെ ഒരു പ്രഖ്യാപിത നിലപാടുണ്ടായിരിക്കും ഓരോ വിഷയത്തിൽ. ഇപ്പോൾ അയോധ്യ വിഷയത്തിൽ BJP പ്രഖ്യാപിത നിലപാടുണ്ട്. അന്നത്തെ കാലത്ത് എനിക്കത് പറഞ്ഞാൽ മതി, അത് പിന്നീട് വിളിച്ചു വയ്ക്കേണ്ട ക്ലാരിഫിക്കേഷൻ വിളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നുള്ളതാണ് BJPയുടെ നിലപാട്. ഇത് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ, ഞാൻ ആദ്യം പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ എനിക്ക് പരസ്യമായിട്ട് സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ വിമർശനം സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. എനിക്ക് വിശദീകരിക്കാൻ പോലും അവസരം തന്നില്ല. ഞാൻ BJPയുടെ പ്രഖ്യാപിത നിലപാടിനപ്പോൾ ഒരു വാക്കുപോലും പറഞ്ഞിരുന്നില്ല. പക്ഷേ അതുപോലും ഞാൻ പറയാൻ പാടില്ലായിരുന്നു എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. അപ്പം എനിക്ക് കിട്ടുന്ന ആക്സെപ്റ്റൻസിലും ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് മാധ്യമങ്ങൾ കിട്ടുന്ന ശ്രദ്ധയിലും ജനങ്ങൾക്കിടയിൽ കിട്ടുന്ന ആക്സെപ്റ്റൻസിലും വലിയ അസംതൃപ്തി അപ്പുറത്തുണ്ടായിരുന്നു. അതുകൊണ്ട് പർപ്പസ്ഫുള്ളി എന്നെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി ശ്രമമുണ്ടായി, ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. അപ്പോൾ അത് വലിയൊരു കാലഘട്ടമായിരുന്നു. ഞാൻ സാധാരണ ഒരു ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്നൊരു, എനിക്ക് ഗോഡ് ഫാദർമാരൊന്നുമില്ല പൊളിറ്റിക്സിൽ, സാധാരണ ഒരു ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന ആളാണ്. ആ നിലയ്ക്ക് എന്നെ സംബന്ധിച്ചോളം ഈ BJPയിലുള്ള ഗ്രൂപ്പ് പൊളിറ്റിക്സിൻ്റെ ഒന്നും ഒരു ഭാഗമാവാതെ വന്നിട്ടുണ്ട് ഞാൻ എല്ലാ കാലത്തും. അതുകൊണ്ട് തന്നെ എനിക്ക് ഗോഡ് ഫാദർമാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളെ ഒരാൾ ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന സമയത്ത് അയാൾ ചെയ്തത് ശരിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ പോലും ഒരാളും നമ്മളെ അനുകൂലിക്കാത്ത സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഏകപക്ഷീയമായ ഒറ്റപ്പെടുത്തലുകളുണ്ടായി. ഒരു പരിധിക്കപ്പുറം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത്. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെ 2 ഓർഗനൈസേഷനേ ഉള്ളൂ, ഒന്ന് SFI ഒന്ന് MSFും. അപ്പം SFIയിൽ ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ, അന്ന് MSFിൻ്റെ ഏകാധിപത്യമാണ് കോളേജിൽ സ്കൂളിൽ. അപ്പം എനിക്ക് ഞാൻ അതിനു മുമ്പ് ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പരിപാടികൾ സ്ഥിരമായിട്ട് പങ്കെടുക്കും. എൻ്റെ പരിഷത്തിൻ്റെ മറ്റേ കലാജാഥകൾ അതല്ലെങ്കിൽ മറ്റേ ഈ വിജ്ഞാനോത്സവങ്ങൾ, അതിലേക്ക് സ്ഥിരമായിട്ട് സമ്മാനം കിട്ടുമായിരുന്നു. യുറേക്ക വിജ്ഞാനോത്സവം എന്നൊക്കെ പറഞ്ഞ് കുറേ പരിപാടികൾ കുട്ടികളെ ആകർഷിക്കുന്നു. അപ്പോൾ അതിലെല്ലാം സ്ഥിരമായി പോയിരുന്നു. അപ്പോൾ എനിക്കൊരു ലെഫ്റ്റ്
താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പം അന്ന് 91 ഗൾഫ് വാറൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഇടതുപക്ഷ ആശയം ഉള്ള കുട്ടികളൊക്കെ ഇറാഖിൻ്റെ കൂടെയും അപ്പുറത്ത് എൻ്റെ തന്നെ വീട്ടിൽ അമ്മയുടെ കുടുംബത്തിൽപ്പെട്ട മറ്റു കുട്ടികളൊക്കെ അമേരിക്കയുടെ കൂടെയൊക്കെ ആയിട്ട് അവർ പാട്രിയറ്റ് മിസൈൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്കഡ് മിസൈൽ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കളിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സദ്ദാം ഹുസൈനെ ആരാധിക്കുന്നു, അവർ ജോർജ് ബുഷിനെ ആരാധിക്കുന്നു, അങ്ങനെ ഉള്ളതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അന്ന് പോലെ ലെഫ്റ്റാണ് താല്പര്യം. അപ്പോൾ അതെന്തുകൊണ്ടും അങ്ങനെ വന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് 89 വി പി സിംഗ് പ്രൈം മിനിസ്റ്റർ ആവുന്ന 89 അപ്പോൾ ആ ഇലക്ഷനൊക്കെയാണ് എൻ്റെ മനസ്സിൽ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു ഇലക്ഷനൊക്കെ. അന്ന് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം, മറ്റേ ബോഫേഴ്സിന് ശേഷമുള്ള പിന്നെ രാഷ്ട്രീയ സാഹചര്യം. അപ്പോൾ അന്നൊക്കെ എൻ്റെ വീട്ടിലിങ്ങനെ അച്ഛനും ഒക്കെ ഞാൻ രാഷ്ട്രീയം പറയുന്നത് കേട്ടിട്ട് എനിക്ക് ലെഫ്റ്റിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈസ്കൂളിലെത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും SFIയിൽ ജോയിൻ ചെയ്യുക, കാരണം കുറേ സുഹൃത്തുക്കൾ അതിലുള്ളത്. അവിടെ പോയിട്ട് SFIയുടെ സ്ഥാനാർത്ഥിയായിട്ട് കണ്ടസ്റ്റ് ചെയ്തു. കാരണം അവിടെ SFI ജയിക്കാൻ ഒരു സാധ്യതയില്ലാത്തൊരു സ്ഥലമായിരുന്നു. അവിടെ പോയി കണ്ടസ്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഐഡിയോളജിക്കലി ഏറ്റവും ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന BJPയിലേക്കുള്ള അത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ തന്നെയാണ്, അത് കഴിഞ്ഞ് ആ സമയത്ത് തന്നെയാണ് നമ്മുടെ അന്ന് നമ്മളൊരു വായന എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യ ടുഡേ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പം വരുന്ന അച്ഛൻ ഒരുപാട് പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരായിരുന്നു വീട്ടിൽ. അച്ഛൻ അന്ന് സ്റ്റേഷൻ മാസ്റ്റർ, ആദ്യം ആർമിയിലായിരുന്നു, പിന്നെ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ. അച്ഛൻ ഒരുപാട് പുസ്തകങ്ങൾ കിട്ടും, ഈ പിന്നെ റെയിൽവേയിൽ വരുമല്ലോ പുസ്തകങ്ങളൊക്കെ വരും, ഇതെല്ലാം വീട്ടിൽ കൊണ്ടുവരും. പിന്നെ മാതൃഭൂമി വീക്കിലി എനിക്കൊന്നൊരു 30-40 വർഷത്തെ മാതൃഭൂമി വീക്കിലി വീട്ടിൽ സ്റ്റോക്ക് അങ്ങനെ. അപ്പോൾ വായന ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഇന്ത്യയിൽ 90s ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നല്ലോ ഇന്ത്യയിൽ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അന്നത്തെ കുട്ടികളുടെ ഇടയിലൊക്കെ മനസ്സിലൊക്കെ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊരു പ്രതീക്ഷയായിട്ടുണ്ടായിരുന്നത് എന്താ പറയുക, കറപ്റ്റ് അല്ലാത്ത ഡിസിസീവായിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലീഡർഷിപ്പ് ഉള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടി, അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒറേറ്റർ. അന്ന് അച്ഛൻ്റെ ഒരു വാക്കുകൂടി എന്നെ അതിലേക്ക് ആകർഷിച്ചു. അച്ഛൻ ഒരു തവണ പറഞ്ഞത്, അച്ഛൻ എനിക്ക് തോന്നുന്നത് ഡൽഹിയിൽ അന്ന് അച്ഛൻ എക്സ്റ്റേണൽ അഫയേഴ്സിലാണ്, ആർമിയിൽ നിന്ന് വിട്ടിട്ട് റെയിൽവേയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അച്ഛൻ 1 വർഷക്കാലം എക്സ്റ്റേണൽ അഫയേഴ്സിലുണ്ട്. ആ സമയത്ത് രാംലീല മൈതാനിൽ അടൽജിയുടെ സ്പീച്ച് കേട്ടതിനെ കുറിച്ച് അച്ഛൻ ദിവസം പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഈ ഹിന്ദിയിലും ഒക്കെ നല്ല ഗ്രാഹ്യമുള്ള ആളാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ ഈ കവിത തുളുമ്പുന്നത് പോലെയാണ് അടൽജിയുടെ പ്രസംഗം എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യൊക്കെ ഇങ്ങനെ വീശിയിട്ടുള്ള വാജ്പേയിയുടെ പ്രസംഗത്തെക്കുറിച്ചിട്ട് അച്ഛനും എന്തോ ഒരു തവണ യാദൃശ്യമായിട്ട് പറഞ്ഞു. പിന്നീട് എനിക്ക് വന്നത് മനോരമയുടെ എഡിറ്റോറിയലോ മറ്റോ ആരോ ഈ അടൽജിയുടെ സ്പീച്ചിനെ കുറിച്ചൊരു ഗംഭീര ആർട്ടിക്കിൾ എഴുതിയിരുന്നു. എന്നാൽ വാജ്പേയി ഇങ്ങനെ പ്രൈം മിനിസ്റ്റർഷിപ്പിക്ക് വരും, അബ്കി ബാരി അടൽ ബിഹാരി എന്ന് പറഞ്ഞിട്ട് BJPയുടെ ക്യാമ്പയിനൊക്കെ നടക്കുന്ന സാഹചര്യം കൂടിയാണ്. ഞാനിങ്ങനെ ഇതറിയാൻ വേണ്ടിയിട്ട് വായിക്കും, വാജ്പേയിയെ കുറിച്ച് അറിയാൻ വേണ്ടി വായിക്കും. അപ്പോൾ വാജ്പേയി, അഡ്വാനി, ജോഷി ത്രയം ആ സമയത്ത്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ചേഞ്ച് ഉണ്ടാവാൻ പുതിയൊരു ഇവരെ കൊണ്ട് കഴിയുമെന്നൊരു തോന്നൽ അന്നത്തെ സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് BJPക്ക് ഒരു ആകർഷണം ഉണ്ടായത്.